അതൊക്കെ ആകെ കറക്കും തന്നെ. പോൺസിരിക്കും. പിന്നെ ഒരു ബേബി സോപ്പും ബേബി സോപ്പും വേണം, ബേബി പൗഡറും വേണം. ഒന്നും കൂടി വെക്കാല, ഒന്നും കൂടി എടുത്താൽ. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മെറ്റേണിറ്റി ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. 8 മന്ത് ആയപ്പോഴേക്ക് എൻ്റെ ഹെൽത്തൊക്കെ അങ്ങ് വീക്കായി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമ്മുടെ മെറ്റേണിറ്റി ഷോപ്പിംഗ് ഒക്കെ അങ്ങ് പെട്ടെന്ന് തീരുമാനമാക്കിയേക്കാമെന്ന് വിചാരിച്ച്. അതൊക്കെ ഒന്ന് റെഡിയാക്കിയാലല്ലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അതിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനും അനിയത്തിയും കൂടെ കൂടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടെ കൂടിയിട്ട് ഇതാ ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഷോപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് വാങ്ങിക്കാനില്ല. നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നോർമൽ മാക്സി ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്പൺ മാക്സിയിലോട്ട്, കാരണം എനിക്ക് CS ആണല്ലോ, അപ്പോൾ എന്തായാലും ഓപ്പൺ മാക്സി മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 ഓപ്പൺ മാക്സിയും കൂടെ വാങ്ങിച്ചു വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ആകെ കറക്കും തന്നെ. ആകെ തിളങ്ങും. അതും വേണ്ട. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈമിൽ 9ാം മാസമായിരുന്നു ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു കേട്ടോ. കാരണം അന്നെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഇപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ വാങ്ങിച്ചോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ല എന്നതാണ് നമ്മുടെ സത്യം കേട്ടോ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അൽഹംദുലില്ലാ എൻ്റെ കൂടെ നിൽക്കണ എൻ്റെ അനിയത്തിയും അനിയനും ഉപ്പച്ചിയും എൻ്റെ ഹസ്ബൻഡും എല്ലാം ഉണ്ടല്ലോ എനിക്ക്. അതുപോലും ഇല്ലാത്തൊരുപാട് ആൾക്കാരില്ലേ എന്നൊക്കെ ഞാൻ ചില സമയത്ത് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിനെ സ്വയം അങ്ങ് ആശ്വസിപ്പിക്കും. ഇതിപ്പോൾ എൻ്റെ കഥാപ്രസംഗം കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ബാക്കി ഐറ്റംസ് എടുക്കലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് ഓടിപ്പോയേ. അപ്പോൾ പിന്നെ കുറച്ച് നമ്മൾ ഇന്നർ വെയേഴ്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത്, എനിക്ക് വേണ്ടിയിട്ടുള്ള തോർത്തുമുണ്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്തു കേട്ടോ. ദെൻ നമ്മൾ ബേബിക്കുള്ള ആ ഒരു സെക്ഷനിലോട്ട് കിടന്നിട്ടുണ്ട്. കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ ജനിക്കണതിന് മുന്നേ എന്തിനാ ഇപ്പം തന്നെ വാങ്ങിക്കണേ എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ കൂട്ടത്തിൽ. അങ്ങനെയല്ലടോ, നമ്മളെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തണ്ടേ, എല്ലാം ഹയറാവട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പച്ചിക്ക് ഉണ്ടല്ലോ, എന്ത് ഡ്രസ്സാണെങ്കിലും എന്ത് കുഞ്ഞ് ഐറ്റംസ് ആണെങ്കിൽ പോലും എല്ലാം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ പുതിയ ഡ്രസ്സ് ഇട്ടു എന്ന് തോന്നണമെങ്കിൽ ആ ഒരു പുത്തൻമണം അങ്ങ് കിട്ടണം. പക്ഷേ എൻ്റെ ഉപ്പയ്ക്ക് അതൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങ് നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ എല്ലാം വാഷ് ചെയ്ത് വൃത്തിയാക്കി അങ്ങ് സേഫാക്കി വെക്കാമെന്ന് നമ്മളും വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തൊക്കെ ഐറ്റംസാണ് വാങ്ങിക്കേണ്ടതെന്ന്. അത് പ്രകാരം എല്ലാതും വാങ്ങിച്ചു കേട്ടോ. അതായത് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള തോർത്തുമുണ്ടും പിന്നെ നമ്മുടെ ടർക്കി ഡ്രസ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, ഡ്രൈ ഷീറ്റ് അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റൈൽസിലുള്ള കലാപരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു നീണ്ട ബില്ലും തന്ന് അതൊക്കെ സെറ്റാക്കിയിട്ട് നേരെ നമ്മൾ പോയത് ഫാൻസിയിലോട്ടാണ് കേട്ടോ. പോൺസിരിക്കും. പിന്നെ ഒരു ബേബി സോപ്പും വേണം, ബേബി പൗഡറും വേണം. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനുണ്ട്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് അല്ലേ. അങ്ങനെ നമ്മൾ പൗഡർ അങ്ങനത്തെ ഒക്കെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക. പൗഡറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് മാത്രമുള്ളത് പോരാല്ലോ, ബേബിക്കുള്ളതും കൂടെ വേണം. അതേപോലെ തന്നെ ജാസ്മിൻ്റെ ഹെയർ ഓയിൽ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു കോംബോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ ഐബ്രോ പെൻസിലും അതേപോലെ തന്നെ ഹിമാലയൻ്റെ ആ ഒരു ബേബി സോപ്പും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച്, ഗോൾഗറ്റ്, ബ്രഷ് ഇതെല്ലാം വാങ്ങിക്കണമായിരുന്നു. കാരണം നമുക്ക് ഇവിടേക്കുള്ള, അതായത് ഹോസ്പിറ്റലിലോട്ട് യൂസ് ചെയ്യാനുള്ള സാധനം മാത്രം വാങ്ങിച്ചാൽ പോരാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോകുന്നുണ്ട്. സോ അവിടെയും കൂടെ യൂസ് ആക്കാനുള്ള ഐറ്റംസും കൂടെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് വെറ്റ് വൈപ്പാണ്. അത് ബേബിക്കുള്ളത് വാങ്ങിച്ചു. നമുക്കുള്ളത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അതാ ടിഷ്യൂ പേപ്പർ, ഇത് മസ്റ്റാണ്, എന്തായാലും നിർബന്ധമാണല്ലോ. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചു കേട്ടോ. ഒന്നും കൂടി വെക്കാല, ഒന്നും കൂടി എടുത്താൽ.
ഈ ഒരു പാമ്പേഴ്സ് വാങ്ങിക്കണ്ടേന്ന് കരുതിയിട്ട് വാങ്ങിച്ചാണ്. കാരണം ഇതിനോടൊട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് എൻ്റെ കെട്ടിയവനും എൻ്റെ ഉപ്പച്ചി. ഇവർക്കിത് കാണുന്നതേ കലിയാണ് കേട്ടോ. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നമ്മൾ പെണ്ണുങ്ങൾക്കല്ലേ അറിയുള്ളൂ. പിന്നെ നമുക്ക് ഹാൻഡ് വാഷ് വാങ്ങിക്കണമായിരുന്നു, അതേപോലെ തന്നെ ഫേസ് വാഷ്, പിന്നെന്താ നമ്മുടെ ഡെറ്റോള്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളും കൂടെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഗൈസ് ഞാനൊരു ലിപ്സ്റ്റിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചത്ത് കിടന്നാലും ചമ്മഞ്ഞ് കിടക്കണം എന്നല്ല പറയുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ കൂടെ ഞാൻ വാങ്ങിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കാക്ക ഇവിടെ ഇരുന്നിട്ട് ബില്ലൊക്കെ അങ്ങ് സെറ്റാക്കി വെക്കണുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിലോട്ട് ആവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ച് ഐറ്റംസുകളും കൂടെ പർച്ചേസ് ചെയ്യാണ്ട് അത് നമ്മൾ ഓൺലൈൻ വഴി ആക്കാമെന്ന് വിചാരിച്ച്. അതായത് നല്ല ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴി നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ പെൻഡിങ് ഐറ്റംസ് ഒക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും നമുക്ക് ആലോചിക്കാനും ആക്കി വെക്കാനും എല്ലാം സമയമുണ്ടല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ. ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.